നമസ്കാരം. ഒരു അരിശത്തിന് കിണറ്റിൽ ചാടിയാൽ 7 അരിശത്തിന് കയറാൻ കഴിയില്ലെന്നാണ് പഴമൊഴി. ഇങ്ങനെ കിണറ്റിൽ ചാടിയ കുറേ ആൾക്കാർ നമുക്കിടയിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് നമ്മൾ അവരെ ഓർമ്മിക്കുക. പ്രത്യേകിച്ചും കോൺഗ്രസ്സിലാണ് ഇങ്ങനെയുള്ളവർ കൂടുതൽ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചാടുന്നവരാണ് പലരും. തങ്ങൾ പ്രതീക്ഷിച്ച സീറ്റ് തങ്ങൾക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്ത പാർട്ടിയിലേക്ക് പോകുന്നു. ഇങ്ങനെ ചാടുന്നവരെ പിന്തുണയ്ക്കുന്ന ഒരു ചരിത്രം CPM-നും LDF-നും ഉണ്ടായിട്ടുണ്ട്. അത് മിക്കപ്പോഴും പരാജയപ്പെടുന്ന സീറ്റുകളിലേക്കായിരിക്കും ഇങ്ങനെയുള്ളവരെ LDF പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. നമുക്കറിയാം, ഇങ്ങനെ കഴിഞ്ഞ ഒരു 10 വർഷമായി 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായി സീറ്റ് കിട്ടിയവരും കിട്ടാത്തവരുമായി അപ്പുറം ചാടിയവർ, മറുകണ്ഠം ചാടിയ കുറേ ആൾക്കാർ കോൺഗ്രസ്സിലുണ്ട്. അവരുടെയൊക്കെ ഗതി എന്താണ് എന്ന് ഇപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഒരു അരിശത്തിന് കിണറ്റിൽ ചാടുകയും ആ കിണറ്റിൽ നിന്ന് കയറാൻ പറ്റാതെ പോവുകയും ചെയ്ത ചിലരെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമൻ നമ്മുടെ പ്രൊഫസർ KV തോമസ് ആണ്. അതിന് പിന്നാലെ AP അനിൽകുമാർ, പിന്നെ PS പ്രശാന്ത്, ഡോക്ടർ P സരിൻ, ലതിക സുഭാഷ്, PM സുരേഷ് ബാബു എന്നിങ്ങനെയുള്ള പ്രമുഖരാണ് കഴിഞ്ഞ കുറേ നാളുകളായി UDF വിട്ട് LDF-ലേക്ക് ചാടിയിരുന്നത്. ഇതിലേറ്റവും പ്രമുഖൻ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ചാടിപ്പോയ KV തോമസ് ആണ്, പ്രൊഫസർ KV തോമസ്. അദ്ദേഹത്തെ തിരുത തോമ എന്നൊക്കെയാണ് പലരും വിളിക്കുന്നത്. അത് ദോഷൈക ദൃക്കുകൾ അങ്ങനെ വിളിക്കുന്നതാണെന്ന് പറയാം. കഴിഞ്ഞ തവണ എറണാകുളം സീറ്റ് നോക്കിയിരുന്നതാണ് അദ്ദേഹം. അപ്പോൾ ഡൽഹിയിൽ തിരുത മീനിന് ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടാവണം ആ സീറ്റ് കിട്ടിയില്ല. അന്ന് തൊട്ട് കരയിൽ വീണ മീൻ പോലെ പിടയ്ക്കുകയായിരുന്നു തോമസ് മാഷിൻ്റെ മനം. ഒടുവിൽ മനം പോലെ മംഗല്യം നടന്നു. തോമസ് മാഷ് LDF-ലേക്ക് ചാടി. 2 കൈയും നീട്ടി പിണറായി വിജയനും കൂട്ടരും സ്വീകരിച്ചു. ഏറ്റവും പ്രിയപ്പെട്ട ദില്ലിക്ക് പുതിയ ദൗത്യവും ഏൽപ്പിച്ചു, ക്യാബിനറ്റ് പദവി. ആ പദവിയോടുകൂടി ദില്ലിയിൽ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം. ഈ ചുമതല അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചാലും നിർവഹിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് ഓണറേറിയവും ഇതിനുള്ള ചെലവുകളും എല്ലാം കൃത്യമായി കിട്ടി. അദ്ദേഹത്തെ അവിടെ ഇരുത്തിയതിനുള്ള ചെലവുകൾ ഒരുപാട് നമ്മുടെ മുന്നിൽ കണക്കുകൾ വരികയുണ്ടായി. എങ്കിലും ആ ഭാഗ്യവാൻ ദില്ലിയിൽ തന്നെ തൻ്റെ തട്ടകം തുടർന്നു. ഇത്തവണ എറണാകുളത്ത് LDF സ്ഥാനാർത്ഥി ആകാമെന്ന് ചെറിയ ഒരു മോഹമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ചുമച്ചും തുമ്മിയും ഒക്കെ എൻ്റെ ലക്ഷണം കാണിച്ചു, പക്ഷേ ഏറ്റില്ല. അതുപോലെ അടുത്തയാളെന്നാണ് നമ്മുടെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തോന്നിയ ഒരു വിളിയാണ് ലതിക സുഭാഷിനെ ചതിച്ചത്. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ സീറ്റ് നോക്കി വെച്ചിരുന്നതാണ്. മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന ലേബലിൽ സീറ്റ് കിട്ടുമെന്നും കരുതി. പക്ഷേ ഗായ്സ്, കിട്ടിയില്ല. നേരെ ലതിക സുഭാഷ് വണ്ടി പിടിച്ചു, ഇന്ദിരാഭവന് മുന്നിലെത്തുന്നു. അവിടെ ഒരു മുടി വഴിപാട് സമർപ്പിക്കുന്നു. ഈശ്വര ഭഗവാനെ പാർട്ടിക്കൊന്നും വരുത്തല്ലേ എന്ന് നമ്മുടെ ശ്രീനിവാസൻ പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ട് നേരെ ഏറ്റുമാനൂരിൽ പോയി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. തോറ്റുപോയെന്ന് പറയണ്ടല്ലോ. പിന്നെ NCP-യിൽ ചേർന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ NCP-യുടെ കെയർ ഓഫിൽ വനം വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനം കിട്ടി. അപ്പോൾ നേരത്തെ ലതിക സുഭാഷിന് നിയമസഭയിലായിരുന്നു നോട്ടമെങ്കിൽ ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോട്ടയം നഗരസഭയുടെ തിരുനക്കര വാർഡിൽ നിന്ന് മത്സരിച്ചു. പക്ഷേ ലതിക സുഭാഷിൻ്റെ വഞ്ചി തിരുനക്കരയിൽ അടുത്തില്ല. അവിടെ 3ാം സ്ഥാനത്ത് പോയി. വളരെ ദയനീയം. K സുധാകരൻ KPCC പ്രസിഡന്റ് ആയതോടെയാണ് KP അനിൽകുമാറും PS പ്രശാന്തും കോൺഗ്രസിന് പുറത്തോട്ട് പോയത്. വൈകാതെ CPM-ൽ ചേർന്ന പ്രശാന്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ സ്ഥാനം കിട്ടി. പക്ഷേ സ്വസ്ഥത എന്നുള്ളത് ഇല്ലാതായി. നെടുമങ്ങാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റ ശേഷമാണ് CPM-ൽ ചെന്നപ്പോഴേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം കിട്ടി. അത് കണ്ട് കോൺഗ്രസിലെ ചിലർക്കൊക്കെ അസൂയുണ്ടായിരുന്നു. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്നപ്പോഴേ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കൊടുത്തു, അതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കൈയിട്ട് വാരുന്നതിനും കൈയിട്ട് നക്കുന്നതിനും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അങ്ങനെ വാരിയവരൊക്കെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട്, സ്വർണ്ണപ്പാളി കൊണ്ടുപോയവരൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ട്. എന്തായാലും PS പ്രശാന്ത് ചെന്ന് കയറി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി. പക്ഷേ ഒടുവിൽ വന്നപ്പോൾ വിറക്കിയാണ്. കാരണം എന്താ, ഒരുപാട് പേര് ദേവസ്വം ബോർഡ് അഴിമതി, അതായത് ശബരിമല അഴിമതിയിൽപ്പെട്ട് സ്വർണ്ണക്കൊള്ളയിൽപ്പെട്ട് അകത്തു പോകേണ്ടി വന്നു. ഒരു വേള താനും അകത്തു പോകുമോ എന്ന് പോലും പ്രശാന്തിനെ സംശയിക്കേണ്ടി വന്നു. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു. പ്രശാന്തിന് ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇങ്ങനെ മാറി തന്നെ നിൽക്കുന്നു. പണ്ട് നെടുമങ്ങാട് മത്സരിച്ചതിൻ്റെ കഥയൊക്കെ ഓർത്ത് ഇങ്ങനെ
ആ ഓർമ്മയിൽ ഇങ്ങനെ പുളകം കൊണ്ട് നിൽക്കാമെന്നുള്ളതല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല നിലവിൽ. KP അനിൽകുമാറിനെ ഒഡപെക് ചെയർമാനാക്കി, അതുപോലെ CPM ജില്ലാ കമ്മിറ്റിയിലും എത്തി. പിണറായിയൊക്കെ വാഴ്ത്തി അദ്ദേഹം ഇങ്ങനെ സുഖമായിട്ട് ജില്ലാ കമ്മിറ്റിയിലൊക്കെ തുടരുന്നു. അതിനപ്പുറത്തേക്കൊന്നും ഇല്ല. സീറ്റ് കിട്ടിയില്ല, മത്സരത്തിന് യാതൊരു സാധ്യതയില്ല, എങ്ങും ചുമ്മാ പോലും അദ്ദേഹത്തിൻ്റെ പേര് പോലും ഒന്ന് പറഞ്ഞു കേട്ടില്ല. ഇനി ഏറ്റവും വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഡോക്ടർ പി സരിൻ. ഡോക്ടർ പി സരിനെ അറിയാമല്ലോ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അതിനുശേഷം ഷാഫി പറമ്പിൽ അദ്ദേഹം MP ആയി പോയപ്പോൾ അതിന് പകരം അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ ഒറ്റപ്പാലത്ത് നിന്ന് തോറ്റുപോയ ഡോക്ടർ പി സരിൻ പാലക്കാട് ജില്ലയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും തൻ്റെ പേര് വരും എന്നാണ് കരുതിയത് മത്സരിക്കാൻ. പക്ഷേ ഷാഫി പറമ്പിൽ തൻ്റെ ശിഷ്യനും അരുമ സുഹൃത്തുമൊക്കെ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് അവിടെ മത്സരിക്കാനായിട്ട് നിയോഗിച്ചത്. അദ്ദേഹത്തിന് നിർബന്ധം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കിട്ടി. അങ്ങനെ വന്നപ്പോൾ തനിക്ക് സീറ്റ് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഡോക്ടർ പി സരിൻ കോൺഗ്രസ് വിട്ട് നേരെ LDF സ്ഥാനാർത്ഥിയായി അവിടെ എത്തി. ബാക്കിയുള്ള കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. തോറ്റു തൊപ്പിയിട്ട ശേഷം വിജ്ഞാന കേരളം പരിപാടിയുടെ സ്ട്രാറ്റജിക് അഡ്വൈസറായിട്ട് അദ്ദേഹം നിലകൊള്ളുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറ്റിയത് സോഷ്യൽ മീഡിയയിൽ ലൈവായത് കാരണം പിരായിരി എന്ന് പറഞ്ഞ എല്ലാവരും അദ്ദേഹത്തെ അതിഭീകരമായി ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. സരിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇതിനെല്ലാം മറുപടി പറഞ്ഞ് ഈ പരിഹാസത്തിൻ്റെ എല്ലാം ശരങ്ങളും ഏറ്റുവാങ്ങി ഇങ്ങനെ തുടരുന്നു. ആ സരിൻ്റെ ഗതി അങ്ങനെയായി. ഇപ്പോൾ ആനയും അമ്പാരിയുമായി വരവേറ്റ ഇവരെല്ലാം ഇപ്പോൾ പിണറായിയുടെ അടുക്കളപ്പുറത്ത് ചവിട്ടേറ്റ് കിടക്കുകയാണ്. ഇപ്പോൾ ആർക്കും സീറ്റ് വേണ്ട, സമ്മർദ്ദതന്ത്രമില്ല, ട്രോളില്ല, സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ഒന്നുമില്ല. ഇതുവരെ കിട്ടിയതൊക്കെ കിട്ടി, ഇനി കിട്ടുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട. UDF അധികാരത്തിൽ വരിക കൂടി ചെയ്യുന്നതോടെ ഇവരുടെ സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ്ലി.